Reconstitution of a partnership firm. Calculation of new ratio and sacrificing ratio. Question number 10. NCERT illustration 3. Anshu and Needu are partners sharing profits in the ratio of 3:2. They admitted Jyoti as a new partner for 3/10 share, which she acquired 2/10 from Anshu and 1/10 from Needu. Calculate the new profit sharing ratio of Anshu, Needu and Jyoti. ഇവിടുത്തെ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? അൻഷു ആൻഡ് നീതു. ദെയർ ഓൾഡ് റേഷ്യോ 3:2. ന്യൂ പാർട്ട്ണർ ആരാണ്? ജ്യോതി. ന്യൂ പാർട്ട്ണർ ഷെയർ 3/10. ഇതിൻ്റെ ബ്രാക്കറ്റിൽ എന്തുകൂടി തന്നിട്ടുണ്ട്? വിച്ച് ഷീ അക്വയർഡ് 2/10 ഫ്രം അൻഷു ആൻഡ് 1/10 ഫ്രം നീതു. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ അതിനെക്കുറിച്ച് പറയാം. ആദ്യത്തെ മെത്തേഡ് അനുസരിച്ച് ക്വസ്റ്റ്യനിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ണറുടെ ഷെയറും മാത്രമായിരുന്നു തന്നിരുന്നത്. അവിടെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത് എന്തായിരുന്നു? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ ആയിരുന്നു. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷമുള്ള ഷെയർ, അതായത് റിമൈനിങ് ഷെയറുകളായിരുന്നു ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ച് ക്വസ്റ്റ്യനിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ണറുടെ ഷെയറും ന്യൂ പാർട്ട്ണർക്ക് ഓൾഡ് പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഏതായിരുന്നു? സാക്രിഫൈസിങ് റേഷ്യോ ആയിരുന്നു. സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ഷെയർ ഓഫ് പ്രൊപ്പോർഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു. ഈ പ്രോബ്ലത്തിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ പാർട്ട്ണറുടെ ഷെയർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രൊപ്പോർഷനും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. റേഷ്യോ അല്ല തന്നിരിക്കുന്നത്, ഷെയർ ഓഫ് പ്രൊപ്പോർഷനാണ്. എന്താ ഇവിടെ തന്നിരിക്കുന്നത്? വിച്ച് ഷീ അക്വയർഡ് 2/10 ഫ്രം അൻഷു ആൻഡ് 1/10 ഫ്രം നീതു. അപ്പോൾ 2/10ഉം 1/10ഉം പ്ലസ് ചെയ്യുമ്പോഴാണ് 3/10 കിട്ടിയിരിക്കുന്നത്. അതായത് അൻഷുൻ്റെ കയ്യിൽ നിന്നും എത്ര കിട്ടി, അതുപോലെ തന്നെ നീതുവിൻ്റെ കയ്യിൽ നിന്നും എത്ര ഷെയറാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞ കാരണം കൊണ്ട് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസിങ് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് അൻഷു ന്യൂ പാർട്ട്ണർക്ക് ഫേവർ ചെയ്തുകൊണ്ട് സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്? 2/10. നീതു എത്രയാണ് സാക്രിഫൈസ് ചെയ്തത്? 1/10. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ ആണ്. അതായത് ദ പ്രൊപ്പോർഷൻ സാക്രിഫൈസ്ഡ് ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഹാസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, സോ വി നീഡ് നോട്ട് ടു കാൽക്കുലേറ്റ് ദ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ നമുക്കിവിടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് റേഷ്യോ നമുക്കറിയാം, ഓൾഡ് റേഷ്യോയും ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോയും നമുക്കറിയാം. അപ്പം നമുക്ക് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ആദ്യത്തെ പാർട്ട്ണർ നോക്കാം, അൻഷു. ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ. അൻഷുവിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/5 മൈനസ് സാക്രിഫൈസിങ് എത്രയാണ്? 2/10 ആണ്. ഈ 2/10 ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞുള്ളതുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി ഇവിടെ സബ്ട്രാക്ഷനാണ് വരുന്നത്. സബ്ട്രാക്ഷനിലും അഡീഷനിലും ഡിനോമിനേറ്റർ സെയിം ആയാൽ മാത്രമേ നമുക്ക് സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ അഡീഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഡിനോമിനേറ്റർ ഏതൊക്കെയാണ്? 5ഉം 10 ആണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണമെന്നില്ല, കാരണം ഇവിടുത്തെ ലോവസ്റ്റ് ഡിനോമിനേറ്ററായ 5നെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാം? 10ലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10 ആവുന്നത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ 2ന് എന്ത് ചെയ്യണം? 3 ന്യൂമറേറ്റർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ 3 × 2 ഡിവൈഡഡ് ബൈ 5 × 2 മൈനസ് 2/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 2 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/10. ഇനി അതുപോലെ നീതുവിൻ്റെ ന്യൂ റേഷ്യോ നോക്കാം. ഓൾഡ് റേഷ്യോ എത്രയാണ്? 2/5 മൈനസ് 1/10.
ഇവിടെയും ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ ലോവസ്റ്റ് ഡിനോമിനേറ്ററിനെ ഹയസ്റ്റ് ഡിനോമിനേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത്? 2. അപ്പോൾ ആ 2നെ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ 2 × 2 ഡിവൈഡഡ് ബൈ 5 × 2 മൈനസ് 1/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/10. അപ്പോൾ ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ കിട്ടി. എത്രയാണ്? 4/10 3/10. ഇനി ഇവിടെ ന്യൂ റേഷ്യോ എഴുതുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ന്യൂ റേഷ്യോ എഴുതിയിരിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? ന്യൂ റേഷ്യോ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് 4/10 3/10 3/10. അപ്പോൾ എല്ലാ ഡിനോമിനേറ്ററും സെയിം ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 4:3:3. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 11, NCERT illustration 5. Das and Sinha are partners in a firm sharing profits in 4:1 ratio. They admitted Paul as a new partner for 1/4 share in the profit, which he acquired only from Das. Determine the new profit sharing ratio of the partners. ഇവിടുത്തെ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ദാസ് ആൻഡ് സിൻഹ. ഓൾഡ് റേഷ്യോ 4:1. ന്യൂ പാർട്ട്ണർ ആരാണ്? പാലാണ്. പാലിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 1/4 ആണ്. വിച്ച് ഹി അക്വയർഡ് ഓൺലി ഫ്രം ദാസ്. അതാണ് നമ്മളോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം ന്യൂ പാർട്ട്ണറുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്നതാണ് ന്യൂ പാർട്ട്ണറുടെ ഷെയർ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഓൾഡ് പാർട്ട്നേഴ്സ് 2 പേരാണെങ്കിലും ആരാണ് 2 പാർട്ട്നേഴ്സ്? ദാസ് ആൻഡ് സിൻഹ. ഒരാൾ മാത്രമേ ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്നുള്ളൂ. ആരാണ് ആ പാർട്ട്ണർ? ആ ഓൾഡ് പാർട്ട്ണർ ആരാണ്? ദാസാണ്. ദാസിൻ്റെ കയ്യിൽ നിന്നാണ് ന്യൂ പാർട്ട്ണർക്ക് ഈ മുഴുവൻ ഷെയറും കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ദാസാണ് ന്യൂ പാർട്ട്ണർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. സിൻഹ എന്ന് പറയുന്ന പാർട്ട്ണർ സാക്രിഫൈസ് ചെയ്തിട്ടില്ല. അതായത് ഈ പ്രോബ്ലത്തിൽ ഒരു ഓൾഡ് പാർട്ട്ണർ മാത്രമാണ് ന്യൂ പാർട്ട്ണർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദാസിൻ്റെ സാക്രിഫൈസിങ് ഷെയർ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏതായിരിക്കും ദാസിൻ്റെ സാക്രിഫൈസിങ് ഷെയർ എന്ന് പറയുന്നത്? ന്യൂ പാർട്ട്ണർക്ക് കിട്ടിയ ഷെയർ തന്നെയാണ് ദാസിൻ്റെ സാക്രിഫൈസിങ് ഷെയർ എന്ന് പറയുന്നത്. കാരണം എന്താ? നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ന്യൂ പാർട്ട്ണറുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുക്കുന്ന ഷെയറിനെയാണ് ന്യൂ പാർട്ട്ണറുടെ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ പാർട്ട്ണറുടെ ഷെയർ എത്രയാണ്? 1/4 ആണ്. അതാരാണ് കൊടുത്തിരിക്കുന്നത്? ദാസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദാസ് സാക്രിഫൈസ് ചെയ്ത ഷെയർ എത്രയാണ്? 1/4 ആണ്. എന്തുകൊണ്ടാണ് സിൻഹയ്ക്ക് സാക്രിഫൈസിങ് ഇല്ലാതിരുന്നത്? സിൻഹ ന്യൂ പാർട്ട്ണർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടില്ല. ആര് മാത്രമേ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളൂ? ദാസ് മാത്രമാണ് സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദാസിൻ്റെ സാക്രിഫൈസിങ് ഷെയർ എത്രയാണ്? 1/4 ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ദാസിൻ്റെ ന്യൂ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണം. ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ പാർട്ട്ണർക്ക് കൊടുത്ത് ബാക്കിയുള്ള ഷെയറിനെയാണ് ന്യൂ ഷെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓൾഡ് പാർട്ട്നേഴ്സ് ദാസ് ആൻഡ് സിൻഹ, ഓൾഡ് റേഷ്യോ 4:1. പാൽസ് ഷെയർ 1/4 വിച്ച് യു അക്വയർഡ് ഓൺലി ഫ്രം ദാസ്. അപ്പോൾ ഓൺലി ഫ്രം ദാസ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുഴുവനായിട്ട് കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണ്? ദാസിൽ നിന്നാണ്. ഹിയർ ദാസ് ഓൺലി സാക്രിഫൈസ് ഇൻ ഫേവർ ഓഫ് ന്യൂ പാർട്ട്ണർ. അതുകൊണ്ട് തന്നെ ദാസിൻ്റെ ന്യൂ ഷെയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ. ദാസിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 4/5 ആണ്. മൈനസ് എത്രയാണ് ദാസിൻ്റെ സാക്രിഫൈസിങ് എന്ന് പറയുന്നത്? 1/4 ആണ്. എങ്ങനെയാണ് 1/4 കിട്ടിയിരിക്കുന്നത്? ന്യൂ പാർട്ട്ണറുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുക്കുന്നതാണ്. ഇവിടെ ദാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മുഴുവൻ ന്യൂ പാർട്ട്ണർക്ക് കിട്ടിയ മുഴുവൻ ഷെയറും ആര് സാക്രിഫൈസ് ചെയ്തതാണ്? ദാസ് സാക്രിഫൈസ് ചെയ്തതാണ്. ഇനി ഇവിടെ ഫ്രാക്ഷനാണ് മൈനസ് ചെയ്യാൻ പോകുന്നത്. ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. 5ഉം 4 ആണ്. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താലേ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം? 4 × 4 മൈനസ് 1 × 5 ഡിവൈഡഡ് ബൈ 5 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 5 divided by 20 that is equal to 11/20. ഇനി സിൻഹയുടെ ന്യൂ റേഷ്യോ
നമുക്കറിയാം സിൻഹ ന്യൂ പാർട്ട്ണർക്ക് വേണ്ടി ഒന്നും തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സിൻഹയുടെ ഓൾഡ് റേഷ്യോയിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. സിൻഹയുടെ ഓൾഡ് ഷെയർ എത്രയായിരുന്നു? 1/5 ആയിരുന്നു. അത് തന്നെയാണ് ന്യൂ റേഷ്യോയും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 3 പാർട്ട്നേഴ്സിൻ്റെയും ഷെയർ കിട്ടി കഴിഞ്ഞു. ന്യൂ റേഷ്യോ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് 11/20, 1/5, 1/4. അപ്പോൾ ഇതിൽ 3 പേരുടെയും ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ആളുടെ മൂന്നാമത്തെ ആളുടെയും ഷെയറിലെ ഡിനോമിനേറ്ററിനെ ഏതിലേക്ക് മാറ്റണം? ഹയസ്റ്റ് ഡിനോമിനേറ്ററായ 20യിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണം നോക്കി നോക്കാം. 11/20 ഇനി ഇവിടെ 1/5 ആണ്. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 20 കിട്ടുക? 4 ഉണ്ട്. അപ്പോൾ 4നെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. 1 × 4 / 5 × 4. ഇനി 1/4 നോക്കുക. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 20 കിട്ടുന്നത്? 5. അപ്പോൾ 5നെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. 1 × 5 / 4 × 5. അപ്പോൾ എത്ര കിട്ടി? 11:4:5. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഓൾഡ് പാർട്ട്ണർ മാത്രമാണ് ന്യൂ പാർട്ട്ണർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു പാർട്ട്ണറുടെ ന്യൂ ഷെയർ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. രണ്ടാമത്തെ ഓൾഡ് പാർട്ട്ണറുടെ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും സെയിം ആയിരിക്കും. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 12. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 1. ക്വസ്റ്റ്യൻ നമ്പർ 2. X and Y share profits in the ratio 3:2. Z was admitted as a partner who sets 1/5 share. New profit sharing ratio. If Z acquires 3/20 from X and 1/20 from Y would be. അതായത് ന്യൂ റേഷ്യോ എത്രയായിരിക്കും? ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എക്സും വൈ ആണ്. ഓൾഡ് റേഷ്യോ 3:2 ആണ്. ന്യൂ പാർട്ട്ണർ സെഡ് ആണ്. ആൾക്ക് എത്രയാണ് ഷെയർ കിട്ടിയിരിക്കുന്നത്? 1/5 ആണ്. ഈ 1/5 ഓരോരുത്തരിൽ നിന്നും എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ കയ്യിൽ നിന്നും 3/20 ആണ്. 3/20 ഫ്രം എക്സ്. അപ്പോൾ ഫ്രം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് 1/20 ഫ്രം വൈ. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ എന്തായിരിക്കും? അപ്പോൾ നമുക്കിവിടെ അറിയാം, ഇവിടെ സാക്രിഫൈസും പ്രൊപ്പോർഷൻ എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓൾഡ് പാർട്ട്നേഴ്സ് എക്സ് ആൻഡ് വൈ, ഓൾഡ് റേഷ്യോ 3:2. ന്യൂ പാർട്ട്ണർ സെഡ്, ഹിസ് ഷെയർ 1/5 വിച്ച് അക്വയർഡ് 3/20 ഫ്രം എക്സ് ആൻഡ് 1/20 ഫ്രം വൈ. നേരത്തെ പ്രോബ്ലത്തിൽ എഴുതിയ പോലെ തന്നെ ദ പ്രൊപ്പോർഷൻ സാക്രിഫൈസ് ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഹാസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ വി നീഡ് നോട്ട് ടു കാൽക്കുലേറ്റ് ദ സാക്രിഫൈസിങ് റേഷ്യോ. ഏത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. ന്യൂ റേഷ്യോ ഓൾഡ് പാർട്ട്നേഴ്സ്. എക്സിൻ്റെ നോക്കാം. ഫോർമുല എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ. എക്സിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/5 മൈനസ് സാക്രിഫൈസ് റേഷ്യോ. ഇത് ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 3/20 ഫ്രം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. 5ഉം 20 ആണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണമെന്നില്ല. കാരണം 5നെ നമുക്ക് 20യിലേക്ക് കൺവേർട്ട് ചെയ്യാം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനെ ന്യൂമറേറ്റർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. 3 × 4 / 5 × 4 മൈനസ് 3/20. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 3 / 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/20. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 9/20. വൈയുടെ നോക്കാം. ഓൾഡ് റേഷ്യോ എത്രയാണ്? 2/5 മൈനസ് വൈ എത്രയാണ്? സെഡിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് 1/20 ആണ്. ഇവിടെയും ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. കാരണം 5നെ നമുക്ക് 20യിലേക്ക് കൺവേർട്ട് ചെയ്യാം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 ഉണ്ട്. അപ്പോൾ 4 കൊണ്ട് ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. 2 × 4 / 5 × 4 മൈനസ് 1/20. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 1 / 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/20. അപ്പോൾ രണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെയും ന്യൂ ഷെയർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ന്യൂ റേഷ്യോ എത്രയാണെന്ന് നോക്കി നോക്കാം. 9/20, 7/20, 1/5. അപ്പോൾ ഇതിൽ ന്യൂ പാർട്ട്ണറുടെ ഷെയറിൻ്റെ ഡിനോമിനേറ്റർ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 5നെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? 20യിലേക്ക് കൺവേർട്ട് ചെയ്യണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ന്യൂമറേറ്റർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ 1 × 4 / 5 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/7/4. Next one, question number 13, NCERT exercise 4.
ഇവിടെ ജസ്റ്റ് ഒന്ന് വായിക്കാം. എ ബി ആൻഡ് സി ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 2:2:1 റേഷ്യോ. അഡ്മിറ്റഡ് ഡി ഫോർ 1/8 ഷെയർ വിച്ച് ഹി അക്വയർഡ് എൻറ്റയർലി ഫ്രം എ. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് 3 പേരാണ്, എ ബി ആൻഡ് സി. അവരുടെ ഓൾഡ് റേഷ്യോ 2:2:1. ന്യൂ പാർട്ട്ണർ ആരാണ്? ഡി. 4ാമതൊരു പാർട്ട്ണറാണ് വന്നിരിക്കുന്നത്. ന്യൂ പാർട്ട്ണർ കിട്ടിയ ഷെയർ എത്രയാണ്? 1/8 ആണ്. അത് ആരിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? എയിൽ നിന്നാണ്. മുഴുവനായിട്ടും എയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ പാർട്ട്ണർ വന്നപ്പോൾ ഒരു ഓൾഡ് പാർട്ട്ണർ മാത്രമാണ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് മാത്രമേ സാക്രിഫൈസിങ് ഉണ്ടായിരിക്കുള്ളൂ. എയുടെ സാക്രിഫൈസിങ് എത്രയാണ്? 1/8 ആണ്. എന്തുകൊണ്ടാണ് എയുടെ സാക്രിഫൈസിങ് ന്യൂ പാർട്ട്ണറുടെ ഷെയറായി 1/8 എന്ന് പറയാൻ കാരണം എന്താണ്? ന്യൂ പാർട്ട്ണറുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുക്കുന്നതാണ്. ഇവിടെ ഒരാൾ മാത്രം സാക്രിഫൈസ് ചെയ്തിട്ടുള്ളൂ എക്ക്. അപ്പോൾ എയുടെ സാക്രിഫൈസിങ് എത്രയാണ്? 1/8 ആണ്. അപ്പോൾ ഇവിടെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആർക്ക് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി? എക്ക് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 2/5 മൈനസ് 1/8. ബാക്കി എക്കും ബിയുടെയും സിയുടെയും ഓൾഡ് റേഷ്യോയിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഓൾഡ് റേഷ്യോ തന്നെയാണ് ന്യൂ റേഷ്യോ ആയിട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 2/5. സിയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 1/5. അതിനുശേഷം എല്ലാ റേഷ്യോയും ഒരുമിച്ച് എഴുതാം. ഡിനോമിനേറ്റർ സെയിം ആക്കിയതിന് റേഷ്യോ എഴുതാം. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 14, NCERT exercise 7. A and B were partners in a firm sharing profits in 3:2 ratio. They admitted C for 3/7 share which he took 2/7 from A and 1/7 from B. Calculate new profit sharing ratio. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ അത് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾ സ്വയം മനസ്സിലാക്കി ചെയ്യാം. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 15, NCERT exercise 8. A, B and C were partners in a firm sharing profits in 3:2 ratio. They admitted D as a new partner for 4/7 share. D acquired his share 2/7 from A, 1/7 from B and 1/7 from C. Calculate the new profit sharing ratio. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് 3 പേരാണ്. 4ാമതായിട്ട് ഡി എന്ന് പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തു. 3 പേരിൽ നിന്നും എത്ര കിട്ടി എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ന്യൂ റേഷ്യോ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം.